വണക്കം, വെൽക്കം. ഒരു കോഴ്സ് അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓഫർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നാം ആദിമ സഭയുടെ അവസ്ഥ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പരിഗണിക്കുമ്പോൾ അതിനെപ്പറ്റി പ്രത്യേകമായി വേദപുസ്തകം എടുത്തു പറയുന്നത് അവർ പഠിക്കുവാൻ താല്പര്യമുള്ള ഒരു കൂട്ടമായിരുന്നു. അവർ എല്ലാ ദിവസവും അപ്പോസ്തോലികമായ പഠിപ്പീരുകളെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ കൂടി വരികയും അവരെ പഠിപ്പിക്കുവാൻ അവരുടെ മൂപ്പന്മാർ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അത് കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ നാം ഒന്ന് പരിഗണിച്ചാൽ യേശു ജനങ്ങളെ പഠിപ്പിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് എന്ന് അറിയാത്തതായി ആരുമില്ല. നമ്മുടെ താല്പര്യങ്ങൾ അത്ഭുതങ്ങളിൽ ആണെങ്കിലും യേശുവിൻ്റെ താല്പര്യം പഠിപ്പിക്കുന്നതിലായിരുന്നു. കാരണം യേശു അറിഞ്ഞ ഒരു അടിസ്ഥാന സത്യം, മനുഷ്യൻ്റെ മനസ്സിൽ അവൻ്റെ ഉള്ളിൽ മാറ്റം വരാതെ അവന് സ്ഥായിയായ യാതൊരു നന്മയും വിടുതലും സൗഖ്യവും ഉണ്ടാകുകയില്ല. അവൻ്റെ വ്യക്തിത്വം വളരാതെ അവന് വിടുതലുണ്ടാകുകയില്ല. വളർച്ചയിൽ കൂടെ മാത്രമേ വിടുതലുണ്ടാകുകയുള്ളൂ. മനുഷ്യൻ്റെ വളർച്ചയുടെ മർമ്മമാണ് സത്യം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇതൊക്കെ വലിയ വലിയ പ്രമാണങ്ങളാണ്. ഇത് വേണ്ടതുപോലെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല. ഞാനും വളരെ വൈകിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സ്പഷ്ടത പ്രാപിക്കാനിടയായത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുന്നത്രയും ആളുകളിൽ എത്തിക്കുക, താല്പര്യമുള്ളവരെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വ്യഗ്രതയും ആവേശവും സന്തോഷവും പ്രത്യാശയും. അപ്പോൾ പഠിക്കുന്നതിൽ കൂടെ മാത്രമേ നമുക്ക് ആത്മീയമായ വളർച്ച ഉണ്ടാകുവാനും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം നമുക്കും മറ്റുള്ളവർക്കും സന്തോഷജനകമായി അനുഗ്രഹപ്രദമായി രൂപാന്തരപ്പെടുത്തി അല്ലെങ്കിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന വളരെ ശ്രദ്ധേയമായ ഉപദേശം. എന്നാൽ എന്തുകൊണ്ടോ കാലാകാലങ്ങളിൽ ഈ ഒരു ആശയം മാറ്റിമറിച്ചിട്ട് പഠിക്കുന്നതും അന്വേഷിക്കുന്നതും അപകടമാണ് എന്ന ഒരു ധാരണയിൽ മനുഷ്യനെ പരിശീലിപ്പിച്ചു. അതിൻ്റെ തിക്തഫലങ്ങൾ ധാരാളമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം, ചരിത്ര പ്രധാനമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ നമുക്ക് ഏവർക്കും ഒരുമിച്ച് പഠിക്കത്തക്കവണ്ണം ഒരു കോഴ്സ്, ഒരു പാഠ്യപദ്ധതി രൂപീകരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന കോഴ്സ്, അതിൻ്റെ പേര് യേശുവും മനഃശാസ്ത്രവും എന്നുള്ളതാണ്. നിങ്ങൾ സുവിശേഷം ഞാൻ ഈ പറയുന്ന വെളിച്ചത്തിൽ വായിച്ചാൽ നിങ്ങൾ അത്ഭുത പരതന്ത്രരായി പോകും. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ പഠിപ്പീരുകളുടെ മുഖ്യമായ അംശങ്ങൾ മറഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം അവയെ കാണുവാൻ തക്കമുള്ള ഒരു വീക്ഷണം, ഒരു ആംഗിൾ ഓഫ് വിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, ഒരു ദൃഷ്ടികോണം, ഒരു സമീപനം നമുക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ അല്പം സഹിഷ്ണുതയോടെ, അന്വേഷണ ബുദ്ധിയിൽ, വളരുവാനുള്ള താല്പര്യത്തിൽ, ആവേശത്തിൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരുടെ പ്രയോജനത്തിനായി ഞാൻ മുൻപൊരിക്കലും ഓഫർ ചെയ്തിട്ടില്ലാത്ത ഒരു കോഴ്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി ചിന്തിക്കുന്നത് തന്നെ. ഇങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾക്ക് മറ്റെവിടെയും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യേശുവും മനഃശാസ്ത്രവും, അതിന് ഒരു സബ് ഹെഡിങ് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ
പിന്നാമ്പുറങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സുവിശേഷത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ. ഇത് പഠിക്കുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദയവായി കോൺടാക്റ്റ് ചെയ്യുക. ഈ കോഴ്സ് ഉദ്ദേശിച്ചിരിക്കുന്നത് 2 ആഴ്ചയിൽ ഒരു ക്ലാസ് എന്ന വിധത്തിലാണ്, സൂമിൽ കൂടെ. അപ്പം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കാനുള്ള സൗകര്യം നമുക്കിപ്പോഴുണ്ട്. ഒരുമിച്ച് പഠിക്കുന്നത് എത്രയോ സന്തോഷകരമാണ്. അപ്പോൾ സൂം ക്ലാസ്സസായി 2 ആഴ്ചയിൽ ഒരു ദിവസം. അതുകൊണ്ട് ആർക്കും ഭാരമുണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ ഒരു വർഷം മുഴുവനും എന്ന് പറഞ്ഞാൽ 24 ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓരോ ക്ലാസ്സിൻ്റെയും ദൈർഘ്യം 1 മണിക്കൂർ ആയിരിക്കും. എന്നാൽ വർഷത്തിൽ 2 തവണ, അതായത് 6 മാസത്തിലൊരിക്കൽ നമുക്ക് പരസ്പരം കണ്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്ന് ചില കാര്യങ്ങൾ ഇൻ പേഴ്സൺ എന്ന് പറയും, ഇൻ പേഴ്സൺ ലേണിംഗ്, അതിനുള്ള ക്രമീകരണവും ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. മാക്സിമം 30 പേരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ ആൾക്ക് അതുപോലെ താല്പര്യമുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കാവുന്നതാണ്. ഫീസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ കോഷൻ ഡെപ്പോസിറ്റായി 1000 രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മടക്കി തരുന്നതാണ്. 1 രൂപ പോലും കുറയ്ക്കാതെ മടക്കി തരുന്നതാണ്. കാരണം ലാഭമോ ഏതെങ്കിലും വിധത്തിലുള്ള വരുമാനം ഉദ്ദേശിച്ചല്ല ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത്. യേശു പറഞ്ഞു, വൃഥ ലഭിച്ചു, വൃഥ നിങ്ങൾ കൊടുപ്പീൻ. അങ്ങനെ കൊടുക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട്, ഒരു നിർവൃതിയുണ്ട്, ഒരു അഭിമാനമുണ്ട്. അത് ലോകത്തിലെ മറ്റെല്ലാ സമ്പത്തിനേക്കാളും വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ നമ്മുടെ ഇടയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് യാതൊരു വിലയുമില്ല എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചു കോഷൻ ഡെപ്പോസിറ്റ് 10,000 റുപ്പീസ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് 1000 റുപ്പീസ് എന്ന് വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ 1000 റുപ്പീസ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, വർഷത്തിൽ 2 തവണ നാം എവിടെയെങ്കിലും കൂടി. അപ്പം അങ്ങനെ കൂടി വരുന്നതിൽ എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ ചിലവ് മാത്രം അതിൽ നിന്ന് കുറയ്ക്കാൻ ഇടയുണ്ട് എന്നും കൂടെ ഈ തരുണത്തിൽ ഞാൻ സൂചിപ്പിക്കാം. ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് കൃത്യമായി പറയാം. ഈ ഒരു ശ്രമത്തിൽ കൂടെ 1 രൂപ വരുമാനം ഉണ്ടാക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പല ക്രിസ്ത്യാനികൾക്കും ഇതൊരു വലിയ ചൊറിച്ചിലാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. കാരണം ലാഭേച്ഛ കൂടാതെ ആരെങ്കിലും പ്രവർത്തിക്കുവാൻ ഈ കാലത്ത് സാധ്യതയുണ്ടോ എന്നതിനെപ്പറ്റി സാരമായ സംശയം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് എന്നെയും സംശയിക്കുന്നതിൽ ഞാൻ അല്പം പോലും ഖേദമോ പ്രയാസമോ പ്രതിഷേധമോ പ്രകടിപ്പിക്കുന്നില്ല. സംശയിച്ചോളൂ, പക്ഷെ അനുഭവത്തിൽ കൂടെ നിങ്ങൾ സംശയം തിരുത്തുവാൻ ഇടയാകട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവിടെ നിങ്ങൾ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് എൻ്റെ ഇമെയിൽ അല്ലെങ്കിൽ എൻ്റെ ഫോൺ. ഞാൻ ഇമെയിൽ പറയാൻ പോകുകയാണ്. ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിൽ എൻ്റെ ഇമെയിലും ഫോൺ നമ്പറും ഒന്നുകൂടെ പിൻ ചെയ്ത് വെക്കും. നിങ്ങൾക്കത് അവിടെ നിന്നും എടുക്കാവുന്നതാണ്. എൻ്റെ ഇമെയിൽ എന്ന് പറയുന്നത് vthampu@gmail.com, vthampu@gmail.com, vthampu@gmail.com. എല്ലാം ലോവർ കേസാണ്, നോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് നോ സ്പേസ് ഇൻ ബിറ്റ്വീൻ. അതാണ് എൻ്റെ ഇമെയിൽ ID. ഫോൺ നമ്പർ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. 8848339230. മലയാളത്തിൽ 8848339230.
ഒരു 25 പേർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കോഴ്സ് നടത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണം ഞാൻ കാത്തിരിക്കുന്നു. ഒരു എല്ലാവരുടെയും പ്രതികരണം പരിഗണിച്ച ശേഷം ഒരു ജൂലൈ ആദ്യത്തോടുകൂടെ, ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ, ഈ കോഴ്സ് ആരംഭിക്കത്തക്കവണ്ണമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, സൂം ക്ലാസ്സസ് ആയിരിക്കും. 2 ആഴ്ചയിൽ ഒരു ക്ലാസ്. ഒരു ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ 1 മണിക്കൂർ. 6 മാസത്തിലൊരിക്കൽ ഇൻ പേഴ്സൺ ഇൻ്ററാക്ഷൻ. 1 വർഷം കൊണ്ട് കോഴ്സ് കഴിയും. അതിൽ താല്പര്യമുള്ളവർ അല്പം വായിക്കാനും അന്വേഷിക്കാനും ചിന്തിക്കുവാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള താല്പര്യമുള്ളവർ മാത്രമേ ഇതിന് ഒരുമ്പെടാവൂ. അല്ലാതെ മടി പൂണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. ചിതൽപുറ്റായി പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ലിവിങ് വെജിറ്റബിൾസ് ആയി മനസ്സ് ചാണകമായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രായമായവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ, ഡെമൻഷ്യ എന്ന് പറയത്തില്ലേ, ഡെമൻഷ്യ, അത് വരാതിരിക്കാൻ വല്ലതൊക്കെ പഠിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ തലച്ചോറ് നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് പട്ടുപോകും. ദയവായി അതിൻ്റെ വലിയ സീരിയസ്നെസ് മനസ്സിലാക്കുക. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. യേശുവും മനഃശാസ്ത്രവും എന്നാണ് ഈ കോഴ്സിൻ്റെ പേര്. അതിൻ്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ, കോഷൻ ഡെപ്പോസിറ്റ് 1000 rupees, ഫുള്ളി റീഫണ്ടബിൾ. എന്നാൽ കോഴ്സ് തുടങ്ങി അത് ഇട്ടേച്ച് പോകുന്നവർക്ക് റീഫണ്ട് ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കോഷൻ ഡെപ്പോസിറ്റ് എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് 100% ഫുൾ റീഫണ്ട് ഓഫ് 1000 rupees കോഷൻ ഡെപ്പോസിറ്റ്. അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. നിങ്ങളുടെ പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഏവരോടുമുള്ള സ്നേഹവും ബഹുമാനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.